ഹരേ കൃഷ്ണ. അങ്ങനെ തൃതീയ സത്സംഗോത്സവത്തിന് വേദിയായി ചീനിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം രാവിലെ തന്നെ ഒരുങ്ങി. ഈശ്വരനെ നീ തുണയേകണമീശ്വരനെ, ഹരനേ ഭയനാശകനേ, എൻ ശ്രീയെഴുമോ ചിരവാസിതനേ, ഹൃദധാര പ്രിയങ്കരനേ വന്മതിപാ. നമസ്കാരം. ഞാൻ ജ്യോതിലക്ഷ്മി, പെരിന്തൽമണ്ണ പാറായിക്കര. ഓസേനഗതിദാം പുരാണമുനിനാം മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി ഇന്ദായ തഭദ്രൈലപൂർണ പ്രചോദിരാം ഭക്തഗീത ോദവേ ത്രൈക പ്രാണയേ ജ്ഞാനമുദ്രായ നമഃ. സർവോപനിഷദോ ഗാവോ ദോർദാ ഗോപാലനന്ദ ഗീതാമൃതം വസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ജ്ഞാനാജ്ഞാനരകേശരം ഹരികഥാ സംബോധനാബോധിതം ലോകേശ ടീച്ചറെ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. നാരായണ മത്സ്യപൂർണ വരാഹമേ നരസിംഹവാമന രാമ രാമ. നാരായണ ബലഭദ്ര രാമകൃഷ്ണ നാരായണ കൽക്കി നാരായണ. അച്യുതാഷ്ടകം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായക രാമചന്ദ്രം ഭജ. ഭൂതഗണാദിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നോവുന്നു കാലുകൾ, ദേഹം തളരുന്നു, നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, പെണ്ണതരാം ഗോപാല മുകുന്ദ, പെണ്ണതരാം ഗോപാല. സുഖം നീക്കി കാത്തിടേണേ കൃഷ്ണ, നാരായണീയം നിത്യം നാവിന്മേലെണ്ണുന്നു ഞാൻ. നാരായണീയം നിത്യം നാവിന്മേലെണ്ണുന്നു ഞാൻ. ആയാരവിന്ദം കൈകൾ വേണോ മിഴിവേകയ്യാം. ശബരീശ നിന്മല കേറി ശതകോടികളെത്തും നേരം ശരണം നീയേ ഗണമയ്യാ മിഴിവേകയ്യാ. വിശ്വചൈതന്യ സത്തേ ഹര ഹര ദുരിതമേ ഭൂരികാരുണ്യമൂർത്തേ. ഹരേ ശംഭുദേവ സുരേന്ദ്രാദിവന്ദ്യ ഹരിബ്രഹ്മശക്ത്യാദിസേവ്യാത്രിനേത്ര. ഹരിക്കേണമേ നീ ത്രിദോഷാദിദൂഷ്യം. ഹരേ മോതിരം പറ്റ വാഴും മഹേശ. കൃഷ്ണ അഭയം നീയരുളൂ, അഭയം നീയരുളൂ ആബൽ ബാന്ധവനേ. കൃഷ്ണ കൃഷ്ണ ആലംബം നീയരുളൂ, ആലംബം നീയരുളൂ ആശ്രിതവത്സലനേ.
മൗനത്തെ തഴുകിയിരുന്നു മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഭഗവാനെ കാനനവാസ മണികണ്ഠ കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ പമ്പാവാസ മോഹിനി തനയ പാപവിനാശനമൂർത്തേ നീ വൻപുലി വാഹന നിത്യാനന്ദ വന്മല കേറാൻ വരമേകൂ. അങ്ങനെ രാവിലെ 5:45 തുടങ്ങിയ യാത്ര നാമജപവും കീർത്തനങ്ങളും മറ്റുമായി 8:45 സമാപിച്ചു. ഏകദേശം 9 മണിയായി കാണും ഞങ്ങൾ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ. എല്ലാവരും നല്ല ഉഷാറിലായിരുന്നു. എല്ലാവരും ഒരുപാട് കീർത്തനങ്ങൾ ചൊല്ലി, ഭജന ചൊല്ലി, അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു ബസ്സിനുള്ളിലാകെ. ഇടയ്ക്ക് 1-2 തവണ നിർത്തേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നു. 2 മാസമായുള്ള കാത്തിരിപ്പാണ് ബസ്സും ഏൽപ്പിച്ചിട്ട് നവംബർ 23 വേണ്ടി, വൃശ്ചികത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി. ബസ്സിൽ നിന്നിറങ്ങുന്ന പലരും വീഡിയോ ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, വീഡിയോ ഉണ്ട് എന്നറിഞ്ഞില്ല, എന്നാൽ മുഖത്ത് വലിയ വേദനയൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. തുടർച്ചയായിട്ട് 2.5 മണിക്കൂറിലധികം ഇരുന്നതല്ലേ, അതിൻ്റെതായ ഒരു വിഷമം, പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. എങ്കിലും പിറ്റേ ദിവസം വിളിച്ചപ്പോൾ എല്ലാവരും നല്ല ഉഷാറിലാണ് സംസാരിച്ചത്. ആർക്കും ക്ഷീണമോ വയ്യായോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിന് മുന്നിൽ ഇറങ്ങി. ഇനി ഒരു ദർശനം, പിന്നെ ഭക്ഷണം പരിപാടി. ചെന്ന് നോക്കിയപ്പോൾ സ്റ്റേജെല്ലാം സുലോചന ചേച്ചി വേണ്ട പോലെ ഒരുക്കി വച്ചിരുന്നു. നമസ്തേ, ഈശ്വര പ്രാർത്ഥനയാണ്. കാലത്തെണീറ്റുന്നു കയ്യുകൾ കൂപ്പുമ്പോൾ ഒന്ന് സ്മരിക്കാം ജഗദീശ്വര. കാലത്തെണീറ്റുന്നു കയ്യുകൾ കൂപ്പുമ്പോൾ ഒന്ന് സ്മരിക്കാം ജഗദീശ്വര. ഇന്നത്തെ കർമ്മങ്ങൾ നന്നായി തീരുവാൻ നിന്റെ കൃപയൊന്നു തന്നെ വേണം, നിന്റെ കൃപയൊന്നു തന്നെ വേണം. ഭൂമിയെ തൊട്ടു വന്ദിക്കാം ജീവന്റെ ധാരയും നീ ധരണിയല്ലേ. ഇത്ര ക്ഷമയോടെ മർത്യരെ പേറുവാൻ ഭദ്രേ നിനക്കല്ലാതാർക്കിന്നാവും, ഭദ്രേ നിനക്കല്ലാതാർക്കിന്നാവും. സൂര്യനായി മുന്നിൽ ഉണരുന്ന ശക്തിയെ ഈരഞ്ചു കൂപ്പി സ്തുതിച്ചു നിൽക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ജ്യോതി ചേച്ചിയുടെ സ്വാഗത പ്രസംഗമായിരുന്നു. കഴിഞ്ഞ വർഷം കൂടിയതും ഒരു അമ്മയുടെ സന്നിധി തന്നെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂടാൻ സാധിച്ചു. പ്രതിഷ്ഠാമൂർത്തിയുടെ പിതാവ് ആണ് തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഭഗവാനെ നിത്യേന നേദ്യം വെച്ചുകൂട്ടുകയും ഭഗവാനെ കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്, അമ്മയാണ് ഭഗവാന്റെ മേൽശാന്തി. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ വിഷ്ണുശാന്തി അവരുടെ ഈ തൃതീയ സത്സംഗോത്സവത്തിലേക്ക് സത്സംഗ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഞാൻ സ്വാഗതം പറയുന്നു. സ്വാഗതം തരികയും അതുപോലെ ക്ഷേത്രത്തിലെ എല്ലാ പ്രവൃത്തികളും സുഗമമാക്കി നടത്തുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഓരോ ക്ഷേത്രത്തിലും. സത്യത്തിൽ അവർ ക്ഷേത്രത്തിലെ ഉപാസകരാണ്. അതിൽ പ്രധാനിയാണ് ക്ഷേത്ര പ്രസിഡന്റ്, സെക്രട്ടറി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ക്ഷേത്രം സെക്രട്ടറി ശ്രീ മുരളി സാറിനെ ഞാൻ എൻ്റെ സത്സംഗ കുടുംബത്തിലേക്ക് ഓരോ വീടിൻ്റെ വിള
ശ്രീമതി ശൈലജ ബാലനും ഞാൻ എൻ്റെ സത്സംഗ കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം. തൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ ഇഷ്ടങ്ങളും ജ്യോതി ചേച്ചി ആ സ്വാഗത പ്രസംഗത്തിൽ അറിയിച്ചിരുന്നു. ശേഷം അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി സോമസുന്ദരൻ എന്ന നമ്മുടെ പ്രസിഡന്റ് വന്നു. സോമൻ്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ തിരുമേനിയെ ഭദ്രദീപം കൊളുത്താൻ സോമൻ ക്ഷണിച്ചു. ദീപജ്യോതി പരഞ്ജ്യോതി ദീപജ്യോതി ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അങ്ങനെ മേൽശാന്തിയുടെ സാമീപ്യത്തോടെ നാമജപത്തോടെ ഞങ്ങൾ ഭദ്രദീപം കൊളുത്തി ഞങ്ങളുടെ തൃതീയ സത്സംഗോത്സവം തുടങ്ങിവെച്ചു. മേൽശാന്തിക്ക് ശേഷം ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ സാറും ശേഷം ലക്ഷ്മി ദേവി ചേച്ചിയും പിന്നെ പപ്പി ആൻറ്റിയും അതിനെ തുടർന്ന് വാസുവേട്ടനും ഭദ്രദീപം കൊളുത്തി. ശേഷം പ്രസിഡൻറ്റും സെക്രട്ടറിയുമായ സോമനും ബിജുവും ചേർന്ന് ഭദ്രദീപത്തിന് തിരി പകർന്നു. അവസാനം ഞാനും ആ ഭദ്രദീപത്തിന് എല്ലാം ശുഭമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ മന്ത്രത്തോടെ ദീപം കൊളുത്തി. സദസ്സ് മുഴുവൻ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രത്തോടെ ഒരേ മനസ്സോടെ നിന്നു. 90 വയസ്സുള്ള സീനിയർ മെമ്പറായിട്ടുള്ള സെറലേറ്റിയെ കാണാൻ 2023 ഒക്ടോബർ 14 എറണാകുളം കാക്കനാട് ഭാഗത്തേക്ക് ഒരു യാത്ര പോയി. ടീച്ചറുടെ പ്രഭാഷണം നേരിട്ട് കേൾക്കണമെന്ന ആ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ മഹാക്ഷേത്രമായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഒരു സത്സംഗം കൂടി. ഭജനയും കീർത്തനവും എല്ലാമായി നല്ല ഒരു തീർത്ഥയാത്ര ആയിരുന്നു അത്. പിന്നീട് അടുത്ത മാസം നവംബർ 14 കുന്നംകുളത്തിനടുത്തുള്ള ആദർശേരി തറവാട്ടിൽ വെച്ച് സത്സംഗം കുടുംബം ഒത്തുകൂടി. തുടർന്ന് ആമക്കാവിൽ എഴുത്തച്ഛൻ്റെ ഭാര്യാഗ്രഹവും സന്ദർശിച്ചു. 2024 ഫെബ്രുവരി 12 ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ വീണ്ടും സത്സംഗം കുടുംബം ഒത്തുകൂടി. സത്സംഗം ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ചിലവുകളെല്ലാം സത്സംഗ കുടുംബാംഗങ്ങൾ തന്നെയാണ് വഹിക്കാറുള്ളത്. പക്ഷേ ഈ കുടുംബത്തിൽ നിർബന്ധിത പിരിവ് നടക്കാറില്ല. എങ്കിലും ഇതുവരെ ഒരു കമ്മി വന്നിട്ടില്ല, ബാലൻസ് മാത്രമേ ഉള്ളൂ. ആദ്യ വർഷത്തെ അതായത് 2023 ടോട്ടൽ ബാലൻസ് 16,075 രൂപയായിരുന്നു. ദ്വിതീയ സത്സംഗോത്സവം മുത്തശ്ശിയാർക്കാവിൽ നടത്തി 2024. അതിൽ വന്ന ചിലവുകൾ അവതരിപ്പിക്കാം.
ഓണപ്പുഴ തന്ത്രി 650, ഫ്ലക്സ് 3 എണ്ണം 1300, മൊമെന്റോ 31 4600, പൊന്നാട 1395, സേഫ്റ്റി പിൻ 50, മൈക്ക് ആൻഡ് സൗണ്ട് 2000, ക്യാമറാമാൻ 700, ഭക്ഷണം 3 നേരം 10,900, ഓട്ടോ ചാർജ് 240, ദക്ഷിണ തന്ത്രി 1001, ദക്ഷിണ ടീച്ചർ 2001. മൊത്തം നമുക്ക് വന്ന ചിലവ് 26,637 രൂപയാണ് കഴിഞ്ഞ വർഷം മുത്തശ്ശിയാർക്കാവിൽ. കഴിഞ്ഞ വർഷം 50 പേരാണ് കോൺട്രിബ്യൂഷൻ തന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ 267 പേരന്ന് ഉണ്ടായിരുന്നു. നിർബന്ധിത പിരിവല്ലാത്തതുകൊണ്ടും സാമ്പത്തികമായി പലരും വലിയ തട്ടിൽ നിൽക്കുന്നത് കൊണ്ടുമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇനി അന്നത്തെ വരവ് 36,217 രൂപ. അപ്പോൾ ബാലൻസ് വന്നത് 9,580 രൂപ. ലിക്വിഡ് ബാലൻസ് ആയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ 2,786 രൂപ ഉണ്ട്. ബാക്കി പൈസ 9,000 കൂടി ചേർത്ത് കഴിഞ്ഞ വർഷത്തെ FD പുതുക്കിയിട്ടു. അത് ടോട്ടൽ 23,327 രൂപ. അതായത് ടോട്ടൽ ബാലൻസ് 26,113 രൂപ. അതായത് ഈ FD യുടെ സംഖ്യയും എൻ്റെ കയ്യിലുള്ള ലിക്വിഡ് മണിയും ചേർത്തിട്ടുള്ള സംഖ്യ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബാലൻസ് ആണ് 26,113 രൂപ. ഇനി ഈ കണക്കുകൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഒന്ന് കൈ വെച്ച് പറയാം. അങ്ങനെ ബിജുവിൻ്റെ റിപ്പോർട്ട് അവതരണത്തിനു ശേഷം ഞാൻ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ ബാലൻസിനെ കുറിച്ച് സംസാരിച്ചു. ഒരു സത്സംഗത്തിന് തിരഞ്ഞെടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മണ്ഡലകാലമാണ്. തീർച്ചയായിട്ടും ആത്മീയതയിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു കാലമാണ് മണ്ഡലകാലം. പഞ്ചശുദ്ധി പാലിച്ചു വേണം ഒരു മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് പറയുന്നത്. കർമ്മശൗചം, മനഃശൗചം, കുലശൗചം ച ഭാരത, ശരീരശൗചം, വാക്ശൗചം, ശൗചം പഞ്ചവിധം തഥാണ്. കർമ്മശുദ്ധിയായാൽ മാത്രമേ മനസ്സ് ശുദ്ധമാവുള്ളൂ. മനസ്സ് ശുദ്ധമായാലേ നമ്മുടെ കുലം ശുദ്ധമാവുള്ളൂ. അതുവഴി ശരീരവും വാക്കും ശുദ്ധമാവുകയുള്ളൂ. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന, ഇല്ലെങ്കിൽ സത്സംഗം എന്ന് പറയുന്നത്. ഈ സത്സംഗത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചീനിക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് സത്സംഗത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ക്ഷേത്രത്തിൽ വിശേഷാൽ പ്രാർത്ഥനകളും സത്സംഗങ്ങളൊക്കെ ഉണ്ട്. കൂട്ടായ്മയാണ് ആത്മീയതയുടെ ഏറ്റവും പ്രാധാന്യമുള്ള നിമിഷം എന്ന് പറയുന്നത്. അർച്ചകസ്യ പ്രഭവേന ശിലേ ഭവതി ശങ്കര. അപ്പം അർച്ചനയിലൂടെ പ്രാർത്ഥനയിലൂടെ ഏത് ശിലയെയും ശങ്കരനാക്കാൻ സാധിക്കും എന്ന ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചിനിക്കലമ്മയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം ഏറ്റവും ഭംഗിയായി നടത്താൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേൽശാന്തിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിനു ശേഷം അദ്ദേഹത്തെ ഞങ്ങൾ ഓണപ്പുടവയും ദക്ഷിണയും നൽകി ആദരിച്ചു. ശേഷം ഒരു മൊമെൻറ്റോയും നൽകി ആദരിച്ചു. ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ഞങ്ങൾക്ക് ആശംസാ പ്രസംഗം നൽകി. മൂന്നാമത്തെ സംഘമാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഈ സ്റ്റേജിലേക്കുള്ള 4 വ്യക്തികൾക്ക് സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഈ ഗ്രൂപ്പിൻ്റെ ജീവാത്മാവായ ശ്രീമതി ശോഭ ടീച്ചർ വിനീതമായ ഒരു നമസ്കാരം പ്രത്യേകം പറയുന്നു. അതുപോലെ ഈ ചീനിക്കൽ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറഞ്ഞ കമ്മിറ്റി ഭാരവാഹികൾ, പ്രത്യേകിച്ച് മാനസഭി അംഗങ്ങൾക്ക് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ വസുദേവനാണ് നാട്ടിലെ അനവധി ക്ഷേത്രങ്ങൾ
അല്ലാത്ത കുറേ ഗ്രൂപ്പുകളുണ്ട്. സത്സംഗ ഗ്രൂപ്പുകളിലൊക്കെ അംഗമാണ്. അതിലൊന്നും കിട്ടാത്ത ഒരു സംതൃപ്തി ഈ സത്സംഗ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് മുൻജന്മ പുണ്യമാകാം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു മോളെ പോലെ പൊതിക്കുകയുള്ളൂ. അങ്ങനെ ബഹുമാനിക്കുകയും രണ്ടും കൂടി എങ്ങനെ നടക്കുന്ന നിങ്ങൾ ചോദിക്കണ്ടോ. പക്ഷെ അതാണ് എൻ്റെ സത്യം. ടീച്ചറുടെ ഒരു കഴിവ്. സ്റ്റേജിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്റ്റേജിൽ കയറി നിലകൊണ്ടെന്ന് വീട്ടിൽ പോകും. അപ്പോൾ വർത്തമാനങ്ങൾ പറയാൻ കഴിയില്ല. വാക്കുകൾ നോക്കി വീട്ടിൽ പോകുന്ന അതൊക്കെ നോക്കി കാണുന്നതാണ്. കുറച്ച് 2 വാക്ക് പറയാൻ മാത്രം ഉദ്ദേശിക്കുകയാണ്. ഈ ടീച്ചർക്ക് ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട്. അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ സംഭവം തിരുനാവായ, രണ്ടാമത്തെ കണ്ട് കുറച്ചും കൂടി തിരക്കോട് മുത്തശ്ശേർക്കാവും, മൂന്നാമത്തത് അവിടുന്ന് കുറച്ചും കൂടി തിരക്കോട് തീരിക്കപ്പോൾ അടുത്തത് ചിലപ്പോൾ പത്മനാഭന്റെ മണ്ണിൽ കണ്ടിട്ടായിക്കൂടാതെ അതൊക്കെ ടീച്ചർക്ക് ഒരുപാട് ശിഷ്യരുണ്ട്. ചിലപ്പോൾ കുറച്ച് സംഗമങ്ങൾ വിദേശത്ത് വയ്ക്കൂടാതെ നമുക്ക് ഒരുപാട് സ്വത്ത് എടുത്തിരിക്കാം. അതിലേക്ക് കൂടെ പോകാനാണ്. പിന്നീട് വാസുവേട്ടൻ നിറഞ്ഞ മനസ്സോടെ പരിപാടിക്ക് ആശംസകളേകി. അതിലൊരു എല്ലാവരും നമുക്ക് ഇങ്ങനെ വരാനും എല്ലാവരും പങ്കുകൊള്ളാനും എല്ലാവരുമായിട്ട് ഒത്തുകൂടാനും പങ്കെടുക്കാനും വളരെ സന്തോഷമുണ്ട്. ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ 3 വർഷമായിട്ട്, 3 വർഷത്തിന് മുമ്പേ ഉണ്ട്, 3 വർഷമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂവായിട്ട് നമ്മൾ സത്സംഗോത്സവം നടത്തുന്നു. അത് ഒന്നിനൊന്ന് മെച്ചമായി വരുന്നേ. അത് എല്ലാവർക്കും എല്ലാവരും അതിൽ ഭാരവാഹികളാണ്. എല്ലാവരുടെയും പ്രയത്നഫലമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ടീച്ചറിനെ പിന്നെ പ്രത്യേകിച്ച് 5-6 കൊല്ലമായിട്ട് ടീച്ചറിനെ അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എൻ്റെ ഒരു സഹോദരി അങ്ങനെ എല്ലാവർക്കും ഈ നന്മകളുണ്ടാവട്ടെ. നമ്മുടെ ഈ ഇവിടെ ഇങ്ങനെ നമുക്കൊരു അവസരം വന്നാൽ ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികളും ഉണ്ടായ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ ദേവിയെ പ്രത്യേകിച്ചും നമ്മുടെ ദേവിയെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഇതുപോലെ തന്നെ 4ാമത് ഗുരുവായൂരപ്പൻ്റെ നടയും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം പോലെ ദേവിയുടെ അനുഗ്രഹം പോലെ നമുക്ക് പോകാൻ എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. വാസനക്ക് വന്നതുപോലെ വളരെ സന്തോഷമാണ്. കൂടിയായാലും നമുക്ക് വരണം നമുക്ക് ആഗ്രഹം. പ്രത്യേകിച്ച് ശോഭയുടെ പ്രഭാഷണത്തിന് മുൻപ് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഒരു രാമായണ വായനയിൽ ടീച്ചർ ഒന്ന് വന്നു. ടീച്ചർ വന്നിട്ട് ടീച്ചറാണെന്ന് ഞങ്ങൾക്ക് ആചാര്യാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ഒരു വീട്ടിൽ വന്നിരുന്ന രാമായണം ഞങ്ങളുടെ കൂടെ അങ്ങ് വായിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നടക്കുകയാണ്. ഒരു ആചാര്യ സ്ഥാനത്തേക്ക് വരുന്നവരാണ്. ഞങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയത്. എനിക്ക് വളരെ സന്തോഷമായി. ടീച്ചർ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ വായിക്കാൻ ഇരുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രഭാഷണത്തിൽ വന്നിരുന്നു. ആ പ്രഭാഷണം ഒന്നും ഇതുവരെ മറക്കില്ല. അത്ര നല്ലൊരു പ്രഭാഷണ ശബ്ദം, ആ ഇരിപ്പ് കേട്ടാൽ നമുക്കത് മറക്കാൻ സാധിക്കില്ല. അതുപോലെ ഇന്ന് നടക്കുന്ന എല്ലാ പ്രഭാഷണങ്ങളും എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഈ സത്സംഗത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്നും പറയുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ശേഷം മാതൃസമിതി പ്രസിഡന്റ് ശൈലജ ബാലൻ്റെ ആശംസാ പ്രസംഗമായിരുന്നു. അവരെയും ഞങ്ങൾ ആദരിച്ചു. അതിനുശേഷം നമ്മുടെ സത്സംഗം കുടുംബത്തിലെ പ്രമീളയുടെ ആശംസാ പ്രസംഗം അരങ്ങേറി. പിന്നീട് പാലക്കാട്ട് നിന്നെത്തിയ ലക്ഷ്മി ദേവി ചേച്ചിയും
നന്ദി ടീച്ചറിനെ അറിയിച്ചു. പിന്നെ ടീച്ചറെ കൊണ്ട് ടീച്ചറെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ടീച്ചറുടെ ഓരോ പ്രഭാഷണവും വളരെ ലളിതമാണ്. ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഭാഷണം പറയുമ്പോൾ അവരൊരു സന്ദേശം മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ സന്ദേശം പ്രഭാഷണം കഴിയുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ അത് എത്തിച്ചേരും. അങ്ങനെയാണ് ശ്രീമതി ശോഭ ടീച്ചറുടെ പ്രഭാഷണങ്ങൾ വളരെ ഭക്തിപരമായും നമുക്ക് വളരെ സന്തോഷകരമായിരിക്കും ആ പ്രഭാഷണങ്ങൾ ഓരോന്നും കേൾക്കുന്നത്. അതിൽ നിന്ന് ഓരോ അർത്ഥങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ടീച്ചർ എന്നെ ഈ സത്സംഗ കുടുംബത്തിലെ ഒരു അംഗമാക്കി ഞാൻ വളരെയധികം നന്ദിയുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും ധനമാണ്, ആരോഗ്യമാണ് എന്ന് പറയുന്ന ഓരോ ഭജനയും ഓരോ ജപവും ഓരോ പ്രഭാഷണവും ഓരോ മൗന നിമിഷവും ഒരൊറ്റ ലക്ഷ്യത്തിനായാണ് നമ്മുടെ മനസ്സിന് ശുദ്ധീകരിക്കുക. ഭജനം പാടുമ്പോൾ നാം ദൈവത്തെയോ ഗുരുവിനെയോ വിളിക്കുന്നതല്ല മാത്രം, നമ്മളിലെ ദൈവത്തെ ഉണർത്തുന്നതാണ്. ഹൃദയത്തെ ചൂടാക്കുന്ന ശബ്ദം ഭജൻ. യൂട്യൂബിലൂടെയുള്ള പ്രഭാഷണം കേട്ടിട്ട് എന്തൊക്കെയാണോ എന്നെക്കുറിച്ച് തോന്നിയത് അതെല്ലാം ഒരു കൊച്ചുകുട്ടിയെ പോലെ ലക്ഷ്മി ദേവി ചേച്ചി സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. സദസ്യരങ്ങനെ അന്തം വിട്ടിരുന്നു. പിന്നീട് എൻ്റെ പ്രഭാഷണമായിരുന്നു. അത് വേദങ്ങളാണ്. ഈ 4 വേദങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സംസ്കൃതം. അത് സാധാരണക്കാരന് മനസ്സിലാവാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയ മാമുനിമാർ എന്ത് ചെയ്തു? ആ വേദത്തിലെ സാരം കറന്നെടുത്തിട്ട് ലളിതമായി 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും നിർമ്മിച്ചു. ഈ 18 പുരാണങ്ങളിലെ ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്ന പുരാണമാണ് ഭാഗവത മഹാപുരാണം. അതിൽ ഏകാദശ സ്കന്ധം എത്തുമ്പോഴാണ് ഭഗവാൻ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം വേദത്തിൽ പരാമർശിക്കപ്പെടുന്നു. പ്രഭാഷണത്തിനു ശേഷം ഞങ്ങളുടെ പുറമണ്ണൂരിലെ ഗുരുസ്വാമിയായ മണിയേട്ടനിൽ നിന്നും ഞാൻ ദക്ഷിണ സ്വീകരിച്ചു. അടുത്തത് ടീച്ചർക്കുള്ള പൊന്നാട അണിയിക്കലാണ്. പൊന്നാട അണിയിക്കുന്നതിനായി പത്നിച്ച് പൊന്നാട നിറച്ചുണ്ടാവില്ല. ദക്ഷിണയ്ക്ക് ശേഷം പപ്പി ആൻറ്റിയെ കൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ പൊന്നാട ചാർത്തി ആദരിച്ചു. വർഷങ്ങളായി ഒരുപാട് പൊന്നാടകൾ വാങ്ങി ഒരു കൂട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ട്. ധന്യമായ ആ മുഹൂർത്തത്തിൽ മനം നിറഞ്ഞു നിന്നു. ശേഷം എനിക്കൊരു സ്നേഹപ്പുടവ തരാനായി ലക്ഷ്മി ദേവി ചേച്ചിയെ സോമൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആ പുടവയും വാങ്ങി അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് വാസുവേട്ടനെ കൊണ്ട് എനിക്കൊരു സ്നേഹ സമ്മാനം നൽകിയത്. സന്തോഷം കൊണ്ട് വാസുവേട്ടൻ അങ്ങനെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരച്ഛൻ്റെ സ്നേഹം, നിഷ്കളങ്കമായ ആ സ്നേഹം ഞാനപ്പോൾ അറിഞ്ഞു. ഇനി ഒരു മൊമെന്റോ നൽകാനായി ബിജുവിനോട് തന്നെ പിന്നീട് സത്സംഗം കുടുംബത്തിലെ രക്ഷാധികാരിയായ ഞങ്ങളുടെ കാരണവർ വാസുവേട്ടനെ ബിജു പൊന്നാട ചാർത്തി ആദരിച്ചു. പൊന്നാടയ്ക്ക് ശേഷം ഒരു മൊമെൻറ്റോയും നൽകി ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു. വളരെ സന്തോഷമായി കാരണവർക്ക് ഞങ്ങൾക്ക് ഏവർക്കും
എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് വാസുവേട്ടനെ. ഗായകനാണ്. സത്സംഗം കുടുംബത്തിലെ മറ്റൊരു രക്ഷാധികാരിയായ പപ്പി ആൻറ്റിയെയും ഞങ്ങൾ പൊന്നാട ചാർത്തി ആദരിച്ചു, മൊമെൻറ്റോ നൽകി. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് അതിൽ പറയാനില്ല. വളരെ നല്ലൊരു പ്രഭാഷണം, നല്ലൊരു ദിവസമായിരുന്നു. ഒരു ദിവസം എല്ലാവർക്കും നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടി. വേറെ ഒരു കാര്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ അസുഖകാര്യങ്ങളോ ഒന്നും നമ്മൾ ഓർത്തില്ല. ആരുടെ കാര്യങ്ങളും ഇതിൽ വ്യക്തിസാന്ദ്രമായിരുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ട് കരുതുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ടീച്ചറല്ല ഇവിടെ ഈ ശോഭ ടീച്ചർ എന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവരോട് പറഞ്ഞു. എന്തായാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്ക് വീട് കിട്ടിയ ഒരു അവസരമാണ് ഈ ശോഭ ടീച്ചറെ പ്രഭാഷണം കേൾക്കാനും ഈ സജ്ജന ഗ്രൂപ്പിൽ പങ്കുചേരണം. തീർച്ചയായും ഞങ്ങൾ വൈരങ്കോട് ഒരു മാതൃസമിതിയുണ്ട്. ആ മാതൃസമിതിയിൽ ദേവി അനുഗ്രഹിക്കുകയാണെങ്കിൽ ശോഭ ടീച്ചറുടെ ഒരു സജ്ജന സംഘം അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുമെന്ന് എല്ലാവരുടെ മുന്നിലും വാക്ക് തരും. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ സത്സംഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, അത് വിജയമായി തീരുവാനായിട്ട് അതിനുവേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ കർത്തമാസത്തിൽ രാമായണം വായിക്കുന്ന സമയത്താണ് ടീച്ചർ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെപ്പോലൊരു അതിഥി വന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ടീച്ചർ ഇങ്ങനെ ഒരു ആധ്യാത്മികമായ ആളാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവിടെ പ്രഭാഷണത്തിന് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതേപോലെ ആൾ പറഞ്ഞ മാതിരി ഞങ്ങളും ഒരു ഭാഗവതം സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ സാറ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഏകാദശി സ്കന്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഞങ്ങളത് കഴിഞ്ഞു, സ്കന്ധം കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ലളിതമായ രീതിയിൽ ടീച്ചർ അത് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലത് ഒന്നും കൂടി ആഴത്തിൽ പതിയാൻ സാധിച്ചു. എല്ലാ 24, 25 കാര്യങ്ങളും ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടെ അത് മനസ്സിൽ ശരിക്കും ഉറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ടീച്ചർക്കും വന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ശോഭ ടീച്ചർ നമുക്ക് നല്ലൊരു ഗുരുനാഥിയാണ്. നമ്മുടെ ആധ്യാത്മിക സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ നന്നായി പറഞ്ഞു തരാൻ നമുക്കൊരു പരിപാടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ശോഭ ടീച്ചർക്ക് ആദ്യമായി ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് തന്നെ 45 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ കാണാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ പോരാ, നമ്മുടെ സനാതന ധർമ്മം ഇനി വരുന്ന തലമുറ, വളരുന്ന ചെറുപ്പക്കാരായ കുട്ടികളാണ് ഇതിൽ വളരേണ്ടത്. എൻ്റെ ഒരു അപേക്ഷയാണത്. നമ്മളെ വീട്ടിലുള്ള കുട്ടികളെല്ലാം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. പഠിക്കാനുള്ള പുസ്തകങ്ങൾ നമുക്കിവിടെ ഈ ഭാരതഭൂമിയിൽ ഋഷീശ്വരന്മാർ തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ 10 രൂപയുള്ള ഒരു ജ്ഞാനപ്പാനോ അതുപോലെ ഹരിനാമ കീർത്തനോ നമ്മുടെ ചെറിയ കുട്ടികൾ പോലും പഠിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സത്സംഗം പോലത്തെ വേദികളിൽ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ കൊണ്ടുവരിക, അവരെ അറിയിക്കുക ഈ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിലും മൊബൈലും ഞെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളിൽ മാമാങ്കം നടക്കുന്ന മച്ചാട് തിരുവാണിക്കാവിൽ അമ്മയുടെ തട്ടകത്തു നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ടീച്ചറേയും കഥ പറയാൻ നിന്നാൽ പോകും, സമയമില്ല എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ വീടുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ, പിന്നെ പറയാം ആ സമയത്ത്. പരിചയപ്പെട്ടു. ഞങ്ങളവിടെ പട്ടാമ്പി നടുവട്ടത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ വന്നിട്ട് പ്രഭാഷണം കേട്ടു. വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അന്നേ പരിചയപ്പെട്ട് നല്ല പരിചയത്തിൽ ഞങ്ങൾ പിരിഞ്ഞതൊക്കെ സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ അതിനെ പറ്റിയൊരു ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടി. അങ്ങനെ വീഡിയോ ആ തലവരെ
നേരെ കഴിച്ചോളൂ, കഴിക്കുന്ന ഞാൻ ഓണായിരുന്നു കഴിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ചീനികൾ ഭഗവതി നിൻ തിരുനടയിൽ ദർശനമേകാൻ വരുന്നു ഞങ്ങൾ. സന്ധ്യ വിളക്കു തെളിയിക്കുന്നോർക്കൊരു ദർശനമരുളാൻ കനിയണമേ, ഒരു ദർശനമരുളാൻ കനിയണമേ, ദർശനമേകാൻ കനിയണമേ. പുഷ്പദളങ്ങൾ എടുത്തു ഞങ്ങൾ അർച്ചന ചെയ്തു ഭജിക്കുമ്പോൾ, പുഷ്പദളങ്ങൾ എടുത്തു ഞങ്ങൾ അർച്ചന ചെയ്തു. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിച്ചത് ബാബുവേട്ടൻ്റെ ചീനിക്കൽ അമ്മയെക്കുറിച്ചുള്ള സ്തോത്രത്തോടെ ആയിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് ഫോട്ടോ സെഷനായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ എല്ലാ അംഗങ്ങളുള്ളതും പരിപാടിക്ക് പങ്കെടുത്ത എല്ലാ അംഗങ്ങളുള്ള ഒരു ഫോട്ടോ എടുത്തു. പിന്നെ സത്സംഗം ഗ്രൂപ്പിലെ അംഗങ്ങളെ മാത്രം ഇരുത്തി ഒരു ഫോട്ടോ എടുത്തു. ശേഷം പുറമണ്ണൂരിൽ നിന്നും വന്നവരായിരുന്നു കൂടുതൽ എന്നുള്ളതുകൊണ്ട് അവരെ അവിടെ ഇരുത്തി ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞയച്ചു. കാരണം എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം അവിടെ കുറവായിരുന്നു. അതുകൊണ്ട് പുറമണ്ണൂരിൽ നിന്നും വന്ന എല്ലാവരും ആ സ്റ്റെപ്പിൽ തന്നെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം തിരിച്ചു വന്ന് ഓരോ ടീമുകളെയായി മാറ്റി നിർത്തി ക്ഷേത്രത്തിനരികിൽ കൊണ്ടുപോയി ഞാൻ അവരുടെ കൂടെ എല്ലാം നിന്ന് ഓരോ ഫോട്ടോസ് എടുത്തു. ഇത് വാണിയന്നൂരിൽ നിന്നും വന്ന നമ്മുടെ തിരുവാതിര ടീം. അവർ നന്നായി കളിച്ചു. ഇത് മോതിരംപറ്റ ടീമും മുത്തശ്ശിയാർക്കാവ് ടീമും ചേർന്നത്. ഇത് മിനിയും മോളും. ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെ നിന്ന് കുളപ്പുറത്ത് നിന്നും വന്ന ഗീത ചേച്ചിയോടൊപ്പം പിന്നെ തിരുവാതിര ടീം അവരുടെ കളിച്ച മെമ്പേഴ്സിനോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ. ഇത് ബാബുവേട്ടൻ മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ, അതാണ് മട്ടന്നൂർ, ഇവിടെ വന്നതാണ് തലേ ദിവസം. എല്ലാവർക്കും ബാബുവേട്ടനെയും പ്രമോദേട്ടനെയും നന്നായി പിടിച്ചെന്ന് തോന്നുന്നു. ഇത് തിരുവാതിര കളിക്കാൻ വന്ന ടീമിൻ്റെ കൂടെയുള്ള എല്ലാവരും. ഇങ്ങനെ എല്ലാവരും കൂടി നിന്ന ഫോട്ടോ ഇതോടുകൂടി ഇവിടെ സമാപിച്ചു. ചന്ദ്രമതി അന്തർജനത്തിൻ്റെ കീർത്തനത്തിനു ശേഷം
വാണിയന്നൂർ ടീമിൻ്റെ തിരുവാതിര സ്റ്റേജിൽ അരങ്ങേറി. അവർ അതിനായി മെനക്കെട്ട് ഒരു ട്രാവലർ വിളിച്ച് ഇത്ര ദൂരം വന്നതായിരുന്നു. ഇത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ കളിച്ച അതേ കളിയാണ്. എല്ലാവരും കൈമെയ് മറന്ന് അരമണ്ഡലത്തിൽ അമർന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പാട്ടെന്തേ ടീച്ചർ ഇതിനോടൊപ്പം വിടാത്തത് എന്ന് വിചാരിക്കേണ്ട. ഈ പാട്ടുകൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രശ്നമാണ്. കോപ്പിറൈറ്റുള്ള പാട്ടുകളാണ് ഇവരെടുത്തിരിക്കുന്നതെല്ലാം. ഇതിനു മുമ്പൊരിക്കൽ ഗുരുവായൂരിൽ പോയപ്പോൾ ഞാനത് ഒരു തവണ അപ്ലോഡ് ചെയ്ത് നോക്കിയതാണ്. ആദ്യത്തെ ഗണപതി സ്തുതിയും അവസാനത്തെ മംഗളവും മാത്രമാണ് എനിക്കന്ന് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തവണ ഇവരുടെ ഈ സുന്ദരമായ കളിയും കോലാട്ടവും മറ്റുള്ളവരെ യൂട്യൂബിലൂടെ കാണിക്കാം എന്ന് തീരുമാനിച്ചു. കാണിക്കണമെങ്കിൽ കോപ്പിറൈറ്റുള്ള ആ പാട്ടുകൾ മാറ്റി നിർത്തിയേ പറ്റൂ. അല്ലാതെ അവരുടെ പാട്ട് മോശമായത് കൊണ്ടല്ല അത് ഇവിടെ മ്യൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. ഏതായാലും ഈ വലിയ മനസ്സിന് എല്ലാ ടീം അംഗങ്ങൾക്കും കൂടെ വന്നവർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു. അത്രയും എഫേർട്ട് എടുത്താണ് അവരന്നവിടെ എത്തിച്ചേർന്നത്. മാത്രമല്ല സാമ്പത്തികമായും വലിയ ഒരു തുക അവർ ഇതിനു വേണ്ടി ചിലവാക്കിയിരുന്നു. അന്നു തന്നെ അവർക്ക് തിരൂർ താനൂർ ഭാഗത്ത് ശോഭപ്പറമ്പിൽ ഒരു കളി ഉണ്ടായിരുന്നു. അതിനാൽ തിരുവാതിരക്കളി കഴിഞ്ഞതും അവർ വേഗം സമ്മാനവും വാങ്ങി വണ്ടിയിൽ കയറി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. ഏതായാലും കളിച്ച കൂടെ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടിക്ക് കൈ
ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിരിയെന്നാലും കാണുമ്പോൾ അവിടുത്തെ, ഒരു പിരിയെന്നാലും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി തിരുമുടി കൺമുൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാവഹം പാപുരാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ കളമൃദുദ്വിതം സുന്ദരാനനം കളഭഗോമണം ഗാത്രമോഹനം കളഭകേസരി വാധിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശ്രുതിജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതരാജസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇത്രമാത്രമല്ല പരിപാടികൾ ഉണ്ടായിരുന്നത്. പക്ഷേ ചിലരുടെയൊന്നും വീഡിയോ കിട്ടിയില്ല. നമ്മുടെ സോമനും ബിജുവും മോനും എല്ലാം പാടിയിരുന്നു. ഭാഗീരഥിയുടെ കാടാമ്പുഴയമ്മയുടെ കീർത്തനം വലിയ നഷ്ടമായി. പിന്നീട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ആദരിക്കലുമായിരുന്നു. ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ സദ്യ, ചായ, പലഹാരങ്ങളെല്ലാം തന്ന ആ മാതൃസമിതിയിലെ ഓരോ അമ്മമാരെയായി ഞങ്ങൾ സമ്മാനപ്പൊതികളും പൊന്നാടയും നൽകി ആദരിച്ചു. അതൊന്നും ഒന്നും അല്ല എന്നറിയാം, എങ്കിലും ഞങ്ങൾ സ്നേഹം അങ്ങനെ അറിയിച്ചു. പിന്നീട് തിരുവാതിര കളിച്ചവർക്ക് സമ്മാനം നൽകി. പ്രമോദേട്ടനെ വിളിച്ചു. പ്രസന്ന ചേച്ചി ആയിരുന്നു നമ്മുടെ സുലോചന ചേച്ചിയെ പൊന്നാട ചാർത്തി ആദരിച്ചത്. ഇത് ജയപ്രകാശ് തൃശ്ശൂരിൽ നിന്നും ചിന്തുപാട്ട് പാടാൻ വന്നു. ഇത് ഹരിവരാസനം ചൊല്ലി എല്ലാവരെയും കയ്യിലാക്കിയ കൊച്ചുമിടുക്കി അനശ്വര. ബാബുവേട്ടൻ്റെ പ്രയത്നത്തിന് ഈ സമ്മാനപ്പൊതിയൊന്നും പോരാ എന്നറിയാം, എങ്കിലും ഒരു കുഞ്ഞു സ്നേഹ സമ്മാനം ഞങ്ങൾ നൽകി.
ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഗ്രൂപ്പ് അംഗങ്ങളിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു സമ്മാന വിതരണം നടത്തി. ഞങ്ങളുടെ നാട്ടിലെ രാജൻ പുറമണ്ണൂർ വളരെ സന്തോഷത്തോടുകൂടി ചിന്തുപാട്ട് പാടാൻ വേണ്ടി വന്നു. ഇത് നമ്മുടെ സോമന് പപ്പി ആൻറ്റി ഒരു സ്നേഹസമ്മാനം നൽകുന്നു. ഇത് നമ്മുടെ തിരുവാതിര ടീമിന് നമ്മുടെ തന്നെ പെരുമ്പറമ്പിലുള്ള രാധ ചേച്ചി, ശ്രീമതി ചേച്ചി, ഉണ്ണികൃഷ്ണൻ ചേട്ടന് സമ്മാനപ്പൊതി നൽകി. ഇങ്ങനെ വിവിധ വ്യക്തികളെ വിളിച്ച് ഓരോ പരിപാടികളിലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സമ്മാനദാനം എന്ന അവസാന ചടങ്ങ് നിർവഹിച്ചു. അതിനിടയിലൂടെ അവിടെ ചായയും പഴംപൊരിയും വിതരണം നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായി പോയി അത് അതിനിടയ്ക്ക് കഴിച്ചു വന്നു. കാരണം സമയം വളരെ കുറവായിരുന്നു. പരിപാടികൾ വിചാരിച്ചതുപോലെ മുഴുവനായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭജന മാറ്റിവെക്കേണ്ടി വന്നു. സത്യത്തിൽ തിരുവാതിരക്കളി ക്യാൻസലാവുകയാണെങ്കിൽ ആ അരമണിക്കൂർ ഭജന കയറാം എന്നാണ് കരുതിയത്. അങ്ങനെ 5 മണിയോടെ പരിപാടികളെല്ലാം സമാപിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. അഷ്ടധളോപരിവേഷ്ടിതലിംഗം സർവസമോദ്ഭവകാരണലിംഗം അഷ്ടധരിദ്രവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം സുരഗുരുസുര ചന്ദനക്കാവിലെ ചന്ദനക്കാറ്റേ കണ്ടുവോ നീയൻ കയാമ്പുവർണ്ണനെ സുന്ദരനാം നിൻ സുന്ദരമുഖകമലം കരിപുരണ്ടിടുവതെന്തേ കണ്ണാ കരിപുരണ്ടിടുവതെന്തേ കുറൂരമ്മയോട് കുസൃതി കൂടിയപ്പോൾ കലത്തിൽ അടച്ചതിനാലോ കണ്ണാ കലത്തിൽ അടച്ചതിനാലോ അമ്പലപ്പുഴയിലെ പാൽപ്പായസച്ചേരുവം നക്കിത്തുടച്ചതിനാലോ കണ്ണാ നക്കിത്തുടച്ചതിനാലോ അമ്പലപ്പുഴയിലെ പാൽപ്പായസച്ചേരുവം നക്കിത്തുടച്ചതിനാലോ കണ്ണാ നക്കിത്തുടച്ചതിനാലോ ചന്ദനക്കാവിലെ ചന്ദനക്കാറ്റേ കണ്ടുവോ നീയൻ കയാമ്പുവർണ്ണനെ സുന്ദരനാം നിൻ സുന്ദരമുഖകമലം കരിപുരണ്ടിടുവതെന്തേ കണ്ണാ കരിപുരണ്ടിടുവതെന്തേ എല്ലാം നിന്റെ ലീലയല്ലേ കണ്ണാ നീ കാട്ടും മായാ ലീലയല്ലേ നീ കാട്ടും മായാ ലീലയല്ലേ എല്ലാം നിന്റെ ലീലയല്ലേ കണ്ണാ നീ കാട്ടും മായാ ലീലയല്ലേ കണ്ണാ നീ കാട്ടും മായാ ലീലയല്ലേ ചന്ദന ഞാൻ
കണ്ണനെ കാണും ഒരു കാതമാതുരേ കേൾക്കും ഓമനച്ചുണ്ടുകളിൽ ഓടക്കുഴലുമായി ആരോമലുണ്ണിയൻ അരികിൽ വരും. അന്നെൻ്റെ ഹൃദയം ധന്യമാകും. അന്നു ഞാൻ ആനന്ദ തൃപ്തനാകും. അന്നെൻ്റെ ഹൃദയം ധന്യമാകും. അന്നു ഞാൻ ആനന്ദ തൃപ്തനാകും. ഒരു നാളിൽ ഞാനിൻ കണ്ണനെ കാണും ഒരു കാതമാതുരേ കേൾക്കും. ഭജിച്ചിടുന്നേ പുത്തനുടയാട നൽകിടാം ഞാൻ നിന്റെ പൊന്നോട് കുഴലിൽ പാടുകില്ലേ. നിന്റെ പൊന്നോട് കുഴലിൽ പാടുകില്ലേ. രൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. കുണ്ടലമണ്ഡിത തേജസ്വരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. മമ മാനസമൊരു പൂജാപുഷ്പം തിരുമുമ്പിലർപ്പിച്ചിടുന്നേ. മമ മാനസമൊരു പൂജാപുഷ്പം തിരുമുമ്പിലർപ്പിച്ചിടുന്നേ. കൈക്കൊള്ളേണമേ കൃഷ്ണമുരാരേ പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപണിയുന്ന അഖിലേശ. അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപണിയുന്ന അഖിലേശ. നിസ്തുതി പാടി പാടി വരുന്നു പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ പൂർണ്ണത്രയീശ ഹരേ. ഓം കാളി ഓം ഭാരദേവി ഓംകാര ഭഗവതി ഭദ്രകാളി. അറിയാതെ അടിയങ്ങൾ ചെയ്യും പിഴ പൊറുക്കണം തിരുമകളെ ഭദ്രകാളിയമ്മേ. അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ. കാളിയോം കാരദേവി ഓംകാര ഭഗവതി ഭദ്രകാളി. അറിയാതെ അടിയങ്ങൾ ചെയ്യും പിഴ പൊറുക്കണം തിരുമകളെ ഭദ്രകാളിയമ്മേ. അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ. ഓംകാര ഭഗവതി ഭദ്രകാളി സംഹാരമൂർത്തിതൻ തിരുമകളെ
ദാരികന്റെ ദുരിതത്തിൽ അറുതി ചെയ്തരനുടെ തിരുമകളെ ഭദ്രകാളിയമ്മേ അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ സംഹാര നടനമാടി ഹരനുടെ തിരുമുടി തടയുടിഞ്ഞോ ഹരനുടെ തിരുമുടി ജടയിൽ നിന്നും പതിച്ച തിരുമകളെ ഭദ്രകാളിയമ്മേ അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ കത്തി ജ്വലിക്കും തിരുനേത്രമല്ലോ തലയോട്ടി തിരുമാല മാറിലീട്ട് വേതാളത്തിൻ മുകളേറി ദാരികനെ പോർ വിളിച്ച തിരുമകളെ ഭദ്രകാളിയമ്മേ അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ അങ്കപട്ടാടഞ്ഞൊറിഞ്ചുടുത്ത് ജിലുജിലുക്കും പൂഞ്ചോല പട്ട് ചോറ്റി കൊടുമ്പാളും കയ്യിലെന്തി ദാരികനെ വധിച്ചൊരു തിരുമകളെ ഭദ്രകാളിയമ്മേ അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ കാളിയോ കാരദേവി ഓംകാര ഭഗവതി ഭദ്രകാളി അറിയാതെ അടിയങ്ങൾ ചെയ്യും പിഴ പൊറുക്കണം തിരുമകളെ ഭദ്രകാളിയമ്മേ അമ്മേ തിരുമകളെ ഭദ്രകാളിയമ്മേ ുണ്ണീടെ പറ്റടി കാണാനും താനേ ചെറുപ്പത്തിൽ കാണാൻ കോതിച്ചമ്മ പെറ്റൊരു നാൾ തൊട്ടേ 6-ാം മാസത്തിങ്കൽ ഇട്ടൊരു പേരാണ് ശ്രീകുട്ടനെന്ന് അമ്മയ്ക്ക് ഉയിരാണ് അച്ഛന് മുത്താണ് മുത്തശ്ശി വീട്ടോർക്കും അരുമക്കിടാവാണ് അമ്മയ്ക്ക് ഉയിരാണ് അച്ഛന് മുത്താണ് മുത്തശ്ശി വീട്ടോർക്കും അരുമക്കിടാവാണ് നാവേറെ പാടുന്ന നേരത്ത് നഖങ്ങളും ദേവകൂലങ്ങളും ഉണരുണര് നാവേറെ പാടുന്ന നേരത്ത് നഖങ്ങളും ദേവകൂലങ്ങളും ഉണരുണര് പക്ഷിദോഷങ്ങളും പർവ്വദോഷങ്ങളും നിജദോഷങ്ങളും പാടിയൊഴിക്കുന്നേ നാഗശാപങ്ങളും കണ്ണേറും കരിനാക്കും പിള്ളോർ പീഡകളും പാടിയൊഴിക്കുന്നേ നാഗശാപങ്ങളും കണ്ണേറും കരിനാക്കും പിള്ളോർ പീഡകളും പാടിയൊഴിക്കുന്നേ ആദ്യത്തെ ഉണ്ണി ഭഗവാനെ പോലാണ് ആയുസ്സും മഴകേറി നീണാൾ വാഴേണം பாட்டிக்குறவா நீ எதுக்கு வந்தாயே அந்த புறந்தோட்டம் உனக்கு தெரியதல்லவா பாரு பாரம்மா நான் நாடது பாடே மெய்யழகு சேர்ந்திருந்து பாடது பாரு மலையராசாத்தி அம்மா அன்பு காட்டம்மா நாகராசனே நான் ஆட வைக்கிறே பால் இருக்கு பழம் இருக்கு வாவா ராஜா
பக்கத்திலே வந்தேன் விளையாடி வாராஜா ஆண்டவன் தான் உள்ளேருக்கு வாராஜா ஆடி விளையாடி நடனமாடி வாராஜா பம்பாட்டி குறவா நீ எதுக்கு வந்தாயே அந்த புறந்தோட்டம் உனக்கு தெரியதல்லவா பம்பாட்டி குறவா நீ எதுக்கு வந்தாயே அந்த புறந்தோட்டம் உனக்கு தெரியதல்லவா കൊടുങ്ങല്ലൂരിലമ്മേ ദേവി ലൗകിക നായകൻ മുക്കണ്ണനില്ലേ വാമഭാഗത്തിന്നു പാർവതിയില്ലേ തിരുജട തന്നിലൊളിച്ചൊരു ഗംഗ എന്റമ്മയെ കുറിച്ചൊന്നു പാടാമോ തൃക്കണ്ണിൽ നിന്നു വമിച്ചൊരു തീയിൽ ജനിച്ചവൾ ഭദ്രയല്ലേ ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം മണ്ണ കൊടുങ്ങല്ലൂരിലമ്മേ ഭക്തയ മഞ്ജുള കൊരുത്തൊരു പൂമാല ഇഷ്ടമോടേറ്റു നീ വാങ്ങിയില്ലേ ദ്രൗപദിക്കായേറെ ചേല ചൊരിഞ്ഞു നീ അബലതൻ അഭിമാനം കാത്തതില്ലേ ദ്രൗപദിക്കായേറെ ചേല ചൊരിഞ്ഞു നീ അബലതൻ അഭിമാനം കാത്തതില്ലേ അബലതൻ അഭിമാനം കാത്തതില്ലേ ഗുരുവായൂരമ്പലം വലം വച്ചു നീങ്ങുമ്പോൾ ഗുരുവായൂരപ്പ നീ കണ്ടുവോ എന്നെ ഗുരുവായൂരപ്പ നീ കണ്ടുവോ സുധാമാവിൻ കണ്ണുനീർ തുടച്ചൊര കൈകളാൽ ദരിദ്രനാം എന്നെയും താങ്ങുകില്ലേ സുധാമാവിൻ കണ്ണുനീർ തുടച്ചൊര കൈകളാൽ ദരിദ്രനാം എന്നെയും താങ്ങുകില്ലേ അക്ഷയപാത്രത്തിൽ ശേഷിച്ചോരിലയാൽ ഭക്ഷണമെന്നെനിക്കേകുകില്ലേ അക്ഷയപാത്രത്തിൽ ശേഷിച്ചോരിലയാൽ ഭക്ഷണമെന്നെനിക്കേകുകില്ലേ ഭക്ഷണമെന്നെനിക്കേകുകില്ലേ ഗുരുവായൂരമ്പലം വലം വച്ചു നീങ്ങുമ്പോൾ ഗുരുവായൂരപ്പ നീ കണ്ടുവോ എന്നെ ഗുരുവായൂരപ്പ നീ കണ്ടുവോ ഗുരുവായി മനസ്സിൽ നീ നിറഞ്ഞിടുമ്പോൾ ഗുരുവായൂരപ്പ നീ അറിഞ്ഞോ എന്നെ ഗുരുവായൂരപ്പ നീ അറിഞ്ഞോ ഗോവിന്ദ 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 നാരായണ ഹരി ഗോവിന്ദ 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 നാരായണ നീരജ നയന കണ്ണ നിരുപമ സുന്ദര നീരജ നയന പീലിയതാക്കണേ പീലിയതാക്കണേ തിരുമുടി തന്നിലെ മയിൽ പീലിയാക്കണേ പീലിയതാക്കണേ പീലിയതാക്കണേ തിരുമുടി തന്നിലെ മയിൽ പീലിയാക്കണേ ഭംഗിയില്ലെങ്കിലും വൃത്തിയില്ലെങ്കിലും കണ്ണന്റെ തിരുമുടിയിൽ മയിൽ പീലിയാക്കണേ ഭംഗിയില്ലെങ്കിലും വൃത്തിയില്ലെങ്കിലും കണ്ണന്റെ തിരുമുടിയിൽ മയിൽ പീലിയാക്കണേ ചന്ദനമായി നറുചന്ദനമാക്കണേ കണ്ണന്റെ മാറിലെ ചന്ദനമാക്കണേ കരയാതിരിക്കാൻ കണ്ണകനിവേഗണേ കണ്ണു നിറയാതിരിക്കാൻ ഓടക്കുഴലൂതണേ
നിറയാതിരിക്കാൻ ഓടക്കുഴലൂതണേ. കാൽത്തളയാക്കണേ കാൽത്തളയാക്കണേ കണ്ണന്റെ കാലിലെ കാൽത്തളയാക്കണേ 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 കണ്ണന്റെ കാലിലെ കാൽത്തളയാക്കണേ. താളമില്ലെങ്കിലും മേളമില്ലെങ്കിലും കണ്ണന്റെ കാലിലെ കാൽത്തളയാക്കണേ. താളമില്ലെങ്കിലും മേളമില്ലെങ്കിലും കണ്ണന്റെ കാലിലെ കാൽത്തളയാക്കണേ. ഗോവിന്ദ 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 നാരായണ ഹരി ഗോവിന്ദ 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 നാരായണ. ഞാനടിയനു കഴിയണം ശിവനാമങ്ങൾ നാവിൻ തുമ്പിൽ ജപമായെന്നും വരുമെന്നാൽ ഇതുപോൽ പുണ്യം മറ്റൊന്നില്ല മോക്ഷപ്രാപ്തി ലഭിച്ചിടാൻ. നരനായി വന്നു ഭവിച്ചൊരു ജന്മം പുണ്യമി ഭാരതമണ്ണിതിലായി പരമേശ്വരനെ കീർത്തിച്ചങ്ങനെ പരമാനന്ദം നേടേണം. കീർത്തിയെഴുന്നൊരു പൂക്കാവിൽ കരമതിലിളകും ആന്തകവും കരിമുകിൽ വന്ന കളേബരവും കരിമുകിൽ വന്ന കളേബരവും സുരവര മുനിജന സേവിതമാം തിരുമലരടിയും കാണീണം. ഗോവിന്ദ രാമ രാമ ഗോപാലകൃഷ്ണ നിന്നെ കാണുമാറരുളണം. ഗോവിന്ദ ഓതുമായി കുഴലുമായി മെയ്യൽ പീതാംബരവും ചേതസി കാണണം. ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാലകൃഷ്ണ നിന്നെ കാണുമാറരുളണം. ഗോവിന്ദ മഞ്ജലോഹമണി മന്ദിരങ്ങളിൽ
അങ്ങനെ ഞങ്ങളുടെ യാത്ര സമാപിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ റിപ്പോർട്ടും വന്നു. ഹരേ കൃഷ്ണ.